ഭയങ്കര ഇഷ്ടമാണ് ഒരു വീഡിയോ ഇപ്പോൾ എൻ്റെയൊക്കെ ആണെങ്കിൽ വെച്ചൊരു 100 വട്ടത്തിൽ കൂടുതൽ കാണും ഇങ്ങനെ ഇരുന്ന്. എൻ്റെ അച്ഛന് ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ എവിടെ ആണെങ്കിലും അച്ഛൻ ഈ വീഡിയോ കാണുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അച്ഛന് ഇഷ്ടമാണ് അച്ഛനെ പറ്റി. അല്ലെങ്കിൽ അച്ഛനും ഞാനുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ അച്ഛൻ കുറേ വട്ടമായിരുന്നു കാണും. അപ്പം അങ്ങനെ ഒരാൾക്ക് എനിക്ക് ചെയ്യാൻ ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഒരുമിച്ചിരുന്ന കണ്ടാണ്. അപ്പോൾ ആ ഒരു കാർട്ടൂണിൽ പറയുന്നത് ഈ മരിച്ചു കഴിയുന്നൊരു ലോകത്തെത്തും. ഒരു ലോകം എന്ന് പറഞ്ഞാൽ ഫുള്ളി ചില്ലായിട്ടുള്ള ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ലോകത്താണ് എത്തുന്നത്. അപ്പോൾ ആ ലോകത്തോട്ട് അവർക്ക് എൻട്രി വേണമെങ്കിൽ, അവർക്ക് ആ ലോകത്ത് കയറണമെങ്കിൽ നമ്മളുടെ ഈ ഭൂമിയിൽ, ഈ എർത്തിൽ ഇവരെ പറ്റി ഓർക്കണം, അല്ലെങ്കിൽ ഇവരുടെ ഫോട്ടോസ് ആളുകൾ വെച്ചേക്കണം, ഇല്ലെങ്കിൽ എപ്പോഴും ഓർക്കണം. അവരെ പറ്റി ഓർക്കുന്ന ഒരാളെങ്കിലും ആ ഭൂമിയിൽ വേണം. ആ ഒരു ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെക്കുക, ആ ഫോട്ടോനെ നോക്കുക, എപ്പോഴും ഓർത്തോണ്ടിരിക്കുക. അങ്ങനെ ആരെങ്കിലും സ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു ലോകത്തോട്ട് എൻട്രി ഉള്ളൂ. ഞങ്ങളുടെ അച്ഛന് ഫുൾ എൻട്രി ആയിരിക്കണം. അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ലക്ഷറി ആയിട്ടുള്ളൊരു റൂം എൻ്റെ അച്ഛന് കിട്ടണം. ഇല്ലെങ്കിൽ വേറെ ആർക്കും കിട്ടാത്ത അത്രയും സൗകര്യം എൻ്റെ അച്ഛന് കിട്ടണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഫോട്ടോയും, മറക്കില്ല അത് ഉറപ്പാണ്, പക്ഷെ ഇത്രയും ഫോട്ടോ ഒക്കെ വെച്ച് എപ്പോഴും ലൈവ്ലി ആയിട്ടിരിക്കുന്നത് വെച്ചേക്കുന്നത്. പിന്നെ എൻ്റെ അച്ഛന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വിളിക്കുമ്പോഴോ ഇല്ലെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ മാത്രമേ അച്ഛൻ ഫോട്ടോയ്ക്ക് നിൽക്കൂ. അല്ലാണ്ടൊരു മാരേജിനോ കല്യാണത്തിനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഫോട്ടോയ്ക്ക് വിളിച്ചൊന്നും അച്ഛൻ പോകാറില്ല. പക്ഷെ എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയും, ചിരിക്കുന്ന പറയാൻ പറ്റും, ചിരിക്കും. അങ്ങനെയാണ് ഞാനും അച്ഛനും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നൊരു ഭയങ്കര സ്ട്രിക്റ്റ് അച്ഛനും മോളും അങ്ങനൊന്നുമല്ല. ഞങ്ങൾ എടാ പോടാ ബന്ധമായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഒരു കൂടെ പഠിക്കുന്നവർ തമ്മിലുള്ളൊരു റിലേഷനാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കും, എന്തെങ്കിലും ഒരു നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ അച്ഛനെ വിളിക്കും. ഒന്നെങ്കിൽ നേരിട്ടുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കും, അല്ലെങ്കിൽ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ചോദിക്കും കൊള്ളാമെന്ന്. അപ്പം അച്ഛൻ ഇങ്ങനെ സുന്ദരിയാ എന്ന് പറയും. ഇല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കോഡ് ഭാഷയുണ്ട്. ഞങ്ങൾ എപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ ഇങ്ങനെ നമസ്കാരം ഇങ്ങനെയാണ്, എന്നിട്ട് ഓക്കെ ബൈ. ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അച്ഛൻ തിരിച്ചു പറയും, ഓക്കെ ബൈ, നമസ്കാരം എന്നൊക്കെ. അങ്ങനെ ഒരു റിലേഷനാണ്. പിന്നെ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ ജനിച്ചത് ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് തന്നെയാണ്. പിന്നെ ഒരു 15-16 വയസ്സൊക്കെ ആയപ്പോഴേക്കും അച്ഛൻ വീട്ടിൽ നിന്ന് പോയിട്ട് അച്ഛനെ പിന്നെ ആ ഒരു സഹായിച്ചതൊക്കെ ഇവിടെ അടുത്തൊരു വാസു എന്ന് പറഞ്ഞിട്ടൊരു അങ്കിളാണ്, ഒരു മാമനാണ്. എന്നിട്ട് അതിനുശേഷം പിന്നെ കോഴിക്കോട് വല്യച്ഛൻ അച്ഛനെ കോഴിക്കോട് കൊണ്ടുപോയിട്ട് 16-17 വയസ്സേ ഉള്ളൂ. ആ കൊച്ചു വയസ്സിൽ തന്നെ അച്ഛൻ അവിടുത്തെ ഒരു ഫാക്ടറിയിൽ കയറി, ഫാക്ടറിയിൽ വർക്ക് ചെയ്തു. പിന്നെ ഹോട്ടലിൽ ക്ലീനിങ് ചെയ്തു. പിന്നെ ഈ ടാക്സി ക്ലീൻ ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് ശേഷം ടാക്സി വാടകയ്ക്ക് എടുത്ത് ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ലാസ്റ്റാണ് അച്ഛൻ ലോട്ടറിയിലോട്ട് എത്തുന്നത്.
പിന്നെ ലോട്ടറി ബിസിനസ് തുടങ്ങി. ഒരു സാധാരണക്കാരൻ ലോട്ടറി ബിസിനസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനൊന്നും ഇപ്പം ഞാൻ ഇരിക്കുന്ന വീട് അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയത് അച്ഛനാണ്. അച്ഛൻ ഒരു സാധാരണക്കാരനല്ല, ഭയങ്കര ബുദ്ധിയാണ്. ഭയങ്കര ബുദ്ധി എന്ന് പറയുമ്പം അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളവർക്കറിയാം. അച്ഛനൊരു എപ്പം എന്തൊരു കാര്യം എടുത്താലും ഒരു തീരുമാനം എടുത്താലും ഒരു 10 വർഷം മുന്നോട്ട് നിന്നിട്ടേ അച്ഛൻ സംസാരിക്കാറുള്ളൂ. ഈവൻ ഈ ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പോഴും അച്ഛനെന്തോ എനിക്ക് തോന്നുന്നു അച്ഛൻ അറിയാമായിരുന്നെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഒരു 10 ഇയർ വിഷനറി വെച്ചിട്ടാണ് അച്ഛൻ എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുള്ളത്. എല്ലാം ഭയങ്കര ബുദ്ധിയാണ്. ഭയങ്കര ബുദ്ധി, ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്കാണ്. അച്ഛൻ 3:15 രാവിലെ വെളുപ്പിനെ 3:15 കട ആദ്യം കടയൊന്നും അല്ലായിരുന്നു, ആദ്യം ഉന്തുവണ്ടിയായിരുന്നു. ഉന്തുവണ്ടിയിൽ 3:15 എണീക്കും. എന്നിട്ട് പിന്നെ ഉറങ്ങുന്നത് 11:15. 11:15, 12 മണിയൊക്കെ ആവും ഉറങ്ങും.
എല്ലാം എനിക്ക് ചെയ്തു തരും. എന്നിട്ട് ഞാൻ പറയും വാ വീഡിയോ എടുക്കാൻ പോവാം. അപ്പോൾ ഷർട്ടൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കാം. എൻ്റെ ഈ ഇതിൽ കിടപ്പുണ്ട്. അതൊന്നും ഇനി എനിക്ക് ഒരു വട്ടം കൂടെ കാണാനുള്ളൊരു, സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഇതില്ല. ഈവൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ പോലും എനിക്കില്ല. എനിക്കിനി ഒന്നും കൂടെ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. അപ്പം അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. ഞങ്ങൾ ഫെബ്രുവരി ഭയങ്കര നല്ല പോലെ അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു. മുകളിലോട്ട് പോലും കയറിപ്പോത്തില്ല. ഫുൾ ടൈം അച്ഛൻ്റെ കൂടെ ആയിരുന്നു. അച്ഛൻ്റെ കൂടെ ഇരിക്കും, അച്ഛൻ്റെ കൂടെ ഇരുന്ന് വാർത്ത കാണും, എല്ലാം അച്ഛൻ്റെ കൂടെ ആയിരുന്നു. എനിക്ക് ഇങ്ങനെ തോന്നി. കാര്യം പിന്നെ ഞാൻ ഇത്രയും നാൾ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും കൂടെ ഒരുമിച്ച് വരുന്ന സമയമൊക്കെ ആയിരുന്നു. അപ്പം മാക്സിമം ഞാൻ അച്ഛൻ്റെ കൂടെ നിന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അച്ഛനിങ്ങനെ നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് നമ്മൾ വിചാരിച്ച് നിൽക്കുകയും ഇരിക്കുകയും മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ ലോട്ടറിയിൽ. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞാണ് ഇരുന്നത്. പിന്നെ 60 വയസ്സുണ്ട്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. പിന്നെ അച്ഛന് നടുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ നടുവേദനയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഹോട്ട് ബാഗിൽ നടുവിന് പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും. പക്ഷെ ഒരു ദിവസം ഭയങ്കരമായിട്ട് കൂടിപ്പോയി. ചൂടുവെള്ളം നല്ല കൂടി, ഭയങ്കര ചൂടായിരുന്നു. എൻ്റെ കയ്യെ പോലും പിടിക്കാൻ പറ്റാത്തത്രയും ചൂടായിരുന്നു. ഞാൻ അച്ഛനെ ചുമ്മാ തമാശയ്ക്ക് വെറുതെ പുറത്തിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത്. പക്ഷെ അച്ഛറിഞ്ഞില്ല, അത്രയും ചൂട് വെച്ചത് അച്ഛറിഞ്ഞില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ ചൂടില്ലായിരുന്നു. അപ്പം പറഞ്ഞില്ല ചൂടില്ല. പിന്നെ ഞാൻ കാലിൽ വെച്ചപ്പോൾ അച്ഛൻ ഒട്ടും അറിയണില്ല. പിന്നെയും നടുവിന് വെച്ചപ്പോൾ അച്ഛൻ കുറച്ചറിഞ്ഞു. കാലിന് വെച്ചപ്പോൾ ഒട്ടും അറിയണില്ല. അപ്പം എനിക്കെന്തോ ഒരു ഇതോ അടിച്ചെങ്കിലും ഞാൻ അതങ്ങ് കളഞ്ഞ്. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ നടുവേദന കൂടുതലുണ്ടെങ്കിൽ ഒന്ന് പോയി ഹോസ്പിറ്റലിൽ കാണിച്ചു നോക്ക്. അങ്ങനെ അച്ഛൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ അച്ഛൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛൻ തന്നെ പോകാറുള്ളൂ. വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. അച്ഛൻ ഓട്ടോ വിളിക്കും, അച്ഛൻ തന്നെ ഹോസ്പിറ്റലിൽ പോവും, അച്ഛൻ തന്നെ ഡോക്ടറിനോട് സംസാരിക്കും. എല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അച്ഛൻ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നതോ വേറെ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമേ അല്ല. എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ചോദിച്ചാലും
ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഇല്ലെങ്കിൽ എൻ്റെ ജീവൻ എല്ലാം അച്ഛനാ. എന്നെ കുറേ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ, കുറേ. അപ്പം അച്ഛന് ഇത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ ഒരു സൈഡിൽ ഈ ഓൺലൈൻ സെൻറ്റർ അച്ഛൻ സ്വന്തമായിട്ട് തുടങ്ങി. എന്നിട്ട് അച്ഛൻ പറയണേ, ഇത് അച്ഛൻ സത്യമായിട്ടും ഞങ്ങളുടെ ഇവിടെ ഞാൻ ഇപ്പോൾ ഫോട്ടോ എടുക്കാം, ഒരു തനിയാ സെൻറ്റർ ഉണ്ട്. അത് ആർക്കും വേണ്ടി തുടങ്ങിയല്ല, ഒരു ലാഭത്തിന് വേണ്ടി തുടങ്ങിയല്ല. എല്ലാവരും വിചാരിക്കുന്നത് അതിൽ നിന്ന് എന്തോ പൈസ കിട്ടുമെന്ന് വെച്ചിട്ട് തുടങ്ങിയതാണ്. ആർക്കും അല്ല, അത് എനിക്ക് വേണ്ടി എൻ്റെ അച്ഛൻ തുടങ്ങിയതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അന്നൊക്കെ നമ്മളിങ്ങനെ കാത്തൊക്കെ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ ഇവർ വഴക്ക് പറയും പെട്ടെന്ന്, നമ്മളിങ്ങനെ പെട്ടെന്ന് എഴുതാത്തപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വഴക്ക് പറയും അക്ഷയയിലിരിക്കുന്നവരൊക്കെ. അപ്പോൾ അച്ഛൻ അത് കേട്ടിട്ടെ അച്ഛൻ പറഞ്ഞ, എൻ്റെ മോള് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് അച്ഛൻ്റെ ഒരു ക്യാരക്ടർ. ഞാൻ ഒന്ന് തല കുലിക്കുന്നത് അച്ഛന് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ തുടങ്ങിയതാണ് ആ സെൻറ്റർ. എനിക്ക് വേണ്ടി, സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി. അങ്ങനെയാണ് അച്ഛൻ എല്ലാ കാര്യങ്ങളും. എൻ്റെ കാര്യങ്ങൾ, എൻ്റെ നോട്ട്സ് എടുക്കാൻ, എൻ്റെ ആപ്ലിക്കേഷൻ എല്ലാത്തിനും വേണ്ടിയാണ് അത് ചെയ്തത്. പിന്നെ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ എല്ലാ കാര്യങ്ങളും എനിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ അച്ഛൻ വാങ്ങിച്ചു. അച്ഛൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എനിക്കും തോന്നിയിട്ടുണ്ട്. അച്ഛനെ ഒരു വട്ടം കണ്ട് സംസാരിക്കുന്ന ഒരാൾ അച്ഛനെ മറക്കില്ല. അത് വല്ലാത്തൊരു സ്പെഷ്യാലിറ്റിയാണ്. അച്ഛൻ എപ്പോഴും ചിരിച്ച്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഗൗരവത്തോടെ ആണെങ്കിലും പോയിന്റുകൾ മാത്രമേ സംസാരിക്കൂ. നല്ല വിവരമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയം ഭയങ്കര പൊളിറ്റിക്കലി അച്ഛൻ അവെയർ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. നല്ല പോലെ എല്ലാ ഭാഗത്തെ പെർസ്പെക്റ്റീവ്സും കാണും. എല്ലാത്തിനെയും പറ്റി നല്ല അറിവുള്ള ഒരാളാണ്. അപ്പം അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ വട്ടത്തെ എലക്ഷന് വോട്ട് ചെയ്യണമെന്ന്. പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് ഞാനും പോയി വോട്ട് ചെയ്തു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വോട്ട് ചെയ്യും.
നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സ് തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയില്ലേ, അങ്ങനെ നമ്മളുടെ മൈൻഡ്, ഹ്യൂമൻ മൈൻഡ് രണ്ടായിട്ട് പ്രവർത്തിക്കും. ഒന്ന്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ രണ്ടായിട്ടാണ് ഓരോ ദിവസവും പ്രവർത്തിക്കുന്നത്. ഒന്ന്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ റിഗ്രറ്റ് ചെയ്യും, ഇങ്ങനെ പശ്ചാത്താപം അടിക്കും. ഇപ്പം എനിക്ക് പശ്ചാത്താപം ഉള്ളതെന്ന് വെച്ചാൽ എനിക്കും ചേച്ചിക്കും കുറേയും കൂടെ ഒക്കെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ കുറേയും കൂടെ ഒക്കെ എന്തൊക്കെയോ ചെയ്യാമായിരുന്നു എന്നൊക്കെ ഇങ്ങനൊരു റിഗ്രറ്റ് ഉണ്ട് ഇപ്പോൾ. പിന്നെ എന്തൊക്കെയോ കാര്യത്തിന് റിഗ്രറ്റ് വരാറുണ്ട്. അച്ഛനെയും കൊണ്ട് ദൂരത്തോട്ടൊന്നും പോയിട്ടില്ല. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ കയറ്റണം അച്ഛനെ, പാൻറ് ഉടുപ്പ് ഇടിക്കണം. ഞാൻ പറഞ്ഞ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് പാൻറ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് വേണം കിടക്കാൻ, അങ്ങനെയൊക്കെ. അതൊന്നും നടന്നില്ല. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ റിഗ്രറ്റ് വരാറുണ്ട്. അപ്പം നമ്മുടെ ഹ്യൂമൻ മൈൻഡ് അങ്ങനെയാണ്, നമ്മളിങ്ങനെ പശ്ചാത്തപിക്കും, നമ്മൾ ചെയ്തത് ശരിയാണോ, അങ്ങനെയൊക്കെ. പിന്നെ വേറൊരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെ സമാധാനിപ്പിക്കും, അച്ഛൻ നല്ലൊരു സ്ഥലത്തായിരിക്കും. അതെനിക്കറിയാം, നമുക്കിങ്ങനൊരു ഫീലിംഗ് ഉണ്ട് അച്ഛൻ നല്ല സ്ഥലത്താണെന്ന്. അച്ഛൻ്റെ ലാസ്റ്റ് സമയങ്ങളെല്ലാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റി. എനിക്കാണേലും ചേച്ചിക്കാണേലും ഞങ്ങൾ ഫുൾ ടൈം ഒരുമിച്ചായിരുന്നു. എൻ്റെ ഒരു മനസ്സിൽ എന്ന് പറയുന്നത് ആദ്യത്തെ സർജറിയാണ്, അച്ഛൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സർജറി. അപ്പോൾ അച്ഛൻ എങ്ങനെയാണ് എന്താണ്, അപ്പം ഞാൻ ബേസിക്കലി എല്ലാം ഫോട്ടോ എടുക്കുന്ന ഒരാളാണ്. എപ്പോഴും ഞാൻ ഫോണിൽ ഫോട്ടോ എടുക്കും, എപ്പോഴും എടുക്കും. അതുകൊണ്ട് അച്ഛൻ്റെ എല്ലാ ഫോട്ടോകളും എൻ്റെ കയ്യിലുള്ളത്. ഞാനാണ് അച്ഛൻ്റെ കൂടുതൽ ഫോട്ടോ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലെല്ലാം ഉണ്ട് അച്ഛൻ്റെ. അപ്പം അച്ഛനാണ് എന്നെ തള്ളി ഇല്ല ചെയ്യ് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ് വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ ആ വീഡിയോ ഗ്രൂപ്പിലിട്ട്, എന്നിട്ട് അച്ഛൻ അതൊരു 6 വട്ടമെങ്കിലും കണ്ടു കാണും. അപ്പം ആ വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന പരമസത്യത്തെ ഉൾക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഫിലോസഫിയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കി നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയ രേവതി RSന് കടയ്ക്കോട് പ്രവാസി അസോസിയേഷന്റെ സ്നേഹ
നമ്മുടെ പിള്ള മാവൂരങ്ങാടിയിൽ നമ്മോടൊപ്പം കച്ചവടത്തിലാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഏതാണ്ട് 40 വർഷത്തോളമായിട്ട് പിള്ള സജീവമായിട്ട് മാവൂരങ്ങാടിയിൽ ഒരു ലോട്ടറി കച്ചവടക്കാരനായിട്ടും ആദ്യകാലത്ത് ലോട്ടറി കച്ചവടക്കാരനായിട്ടല്ല വന്നത്. അതിൽ നിന്ന് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറി മാറി പലതും നോക്കിയതിന് ശേഷമാണ് ലോട്ടറിയിലേക്ക് എത്തിയത്. എന്തായാലും 40 വർഷത്തോളമായിട്ട് പിള്ള ഇവിടെ ഉണ്ട്. ഏറെ വൈകിയാണ് വിവാഹം കഴിച്ചത്. 2 പെൺമക്കളാണ്. അപ്പോൾ പിള്ളൻ്റെ ഒരു മകള് ഉന്നത വിദ്യാഭ്യാസത്തോടു കൂടി തന്നെ നല്ലൊരു ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ബന്ധപ്പെട്ട ജോലിയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്കിതിൽ പിള്ളയെ ഓർക്കുമ്പോൾ അഭിമാനകരമായി തോന്നുന്നത്, പിള്ള എന്നോട് പറഞ്ഞു, ഞാനിനി തെരുവ് കച്ചവടമായ എന്ന രീതിയിൽ ഒരു ഉന്തുവണ്ടി വെച്ചൊന്നും ഞാൻ നിൽക്കില്ല, എനിക്ക് അവിടുന്ന് മാറണം, അത് എൻ്റെ മക്കൾക്ക് ചിലപ്പോൾ ക്ഷീണം ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ മക്കളെന്താ ജോലി, എന്താ പ്രയാസം, എന്താ അവർക്കെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മകള് വലിയ അഭിമാനം തോന്നിയത്. നോക്കണം നിങ്ങൾ, ഏർപ്പാടെന്താണ് ലോട്ടറിയാണ്, പക്ഷേ അതിൽ നിന്നൊരു പണം പോലും അനാവശ്യമായി ചിലവാക്കാത്തതിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ മാന്യമായ വരുമാനമുള്ള കെട്ടിടങ്ങളും റബ്ബർ തോട്ടവും നല്ലൊരു വീടും ഒക്കെയുള്ള ആളാണ് പിള്ള. അതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മറ്റൊരു വഴിക്ക് ഒരു രൂപ അയാൾ ചിലവാക്കപ്പെടുന്നില്ല. ഇന്നും ST ഓഫീസിൻ്റെ അടിഭാഗത്തുള്ള നിസാര വാടകയുള്ളൊരു ചെറു റൂമിൽ ഒതുങ്ങി ജീവിക്കുകയാണ് അയാൾ. എന്നിട്ട് പറഞ്ഞു, ജീവിതം തിട്ടപ്പെടുത്തണം, മക്കൾക്ക് വേണ്ടി ജീവിക്കണം, കുടുംബത്തിന് വേണ്ടി ജീവിക്കണം, നമ്മളായിട്ടൊരാൾക്ക് ദ്രോഹം ചെയ്യരുത്. ഞാൻ ഇന്നേ വരെ പിള്ള ഒരാളെക്കുറിച്ചൊരു ദ്രോഹം വർത്തമാനമോ അല്ലെങ്കിൽ ഒരു തെറ്റായ രീതിയിലുള്ള ഒരു കുസുമ്പോ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പിള്ളേൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ വല്ലാതെ സത്യത്തിൽ ഞെടുങ്ങിപ്പോയി. കാരണം അത് ക്ലിയർ മനുഷ്യനാണ്, നമ്മളിൽ നിന്ന് പോവുകയാണ്, നമ്മളിലുള്ളവരല്ല, അവൻ വന്നെത്തിയവനാണ് കൊട്ടാരക്കരയിൽ നിന്ന്. പക്ഷെ നമ്മളിൽ ഒരുവനായി പെരുമാറ്റം കൊണ്ടും നല്ല സ്വഭാവം കൊണ്ടും ശ്രദ്ധേയമായി മാറി. അതാണ് പിള്ള. പിള്ള ഈ അങ്ങാടിക്കൂട്ടം ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. അപ്പോൾ അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങളും ചർച്ച ചെയ്യും. എന്തു തന്നെയായാലും പിള്ള പത്രം വായിക്കാൻ മറക്കാറില്ല. പത്രവും നല്ല സന്ദേശങ്ങളും നല്ല വിവരങ്ങളും വായിക്കുകയും ചെയ്യും. അത് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. മരുന്ന് ഷാപ്പിൽ നിന്ന് മേടിച്ചിട്ട് അച്ഛനെ വിളിച്ചാൽ മതി, പൈസ ഇട്ട് തരാം കേട്ടോ. അച്ഛനെ വിളിക്കണേ മരുന്ന് ഷാപ്പിൽ നിന്ന്, ഇട്ട് തരാം പൈസ. ഉച്ചേരം ബസ് കയറിയോ?